അഗ്നിയിൽ കൂടെ നടന്നിടിലും അഗ്നിജാല എന്മേൽ തീണ്ടുകില്ല. ഓളങ്ങളെന്മേൽ കാവിഞ്ഞു വന്നിടിലും ഓളങ്ങളെന്മേൽ കാവിഞ്ഞു വന്നിടിലും വീഴാതെ താഴാതെ സൂക്ഷിക്കും നീ എന്നെ. ഭക്തരിൻ ശാശ്വത വിശ്രാമമേ, നിന്നിൽ ഞാൻ നിത്യവും വിശ്രമിക്കും. അധ്വാനിക്കുന്നോർക്കും ഭാരം ചുമപ്പോർക്കും ആശ്വാസമേകിക്കൊണ്ടാനന്ദം നൽകുന്ന ഭക്തരിൻ ശാശ്വത വിശ്രാമമേ, നിന്നിൽ ഞാൻ നിത്യവും വിശ്രമിക്കും. കഷ്ടത പട്ടിണി നഗ്നതയോ ആപത്തോ വാളോ വന്നിടുകിലും ഭീതിയില്ലാതെല്ലും നീ എൻ്റെ സങ്കേതം. ഭീതിയില്ലാതെല്ലും നീ എൻ്റെ സങ്കേതം. നിന്നിൽ ഞാൻ നിത്യമാം വിശ്രാമം കണ്ടെത്തി. ഭക്തരിൽ ശാശ്വത വിശ്രാമമേ, നിന്നിൽ ഞാൻ നിത്യവും വിശ്രമിക്കും. ഹല്ലേലൂയ. നന്ദി പിതാവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കരുണയിൽ സമ്പന്നനും വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്ക് പറഞ്ഞാൽ മാറാത്തനുമായ എൻ്റെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അതിമനോഹരമായ നല്ല പ്രഭാതത്തിനായിട്ട് നന്ദി പറയുക, സ്തോത്രം ചെയ്യുക. രാത്രികാലം സുഖകരമായി ഉറങ്ങി ഉണരുവാനും കർത്താവിൻ്റെ പാദപീഠമായിരിക്കാനും സഹായിച്ചതോർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. അങ്ങേ കാത്തിരിക്കുന്നവരാരും ലജ്ജിച്ചു പോകാൻ അവിടുന്ന് സമ്മതിക്കുന്ന ദൈവമല്ലല്ലോ. ഹല്ലേലൂയ. അപ്പൻ്റെ പാദപീഠത്തിലേക്ക് ചേർന്ന് കടന്നു വരുന്നപ്പോൾ എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിച്ച പ്രിയ മക്കളുണ്ട്. ഈ പ്രാർത്ഥന ശബ്ദം ശ്രവിക്കുന്ന പോലെ പ്രിയപ്പെട്ടവരുണ്ട് കർത്താവേ. എല്ലാവരെയും ഒരുപോലെ അങ്ങയുടെ പാദപീഠത്തിലോട്ട് കൊണ്ടുവരികയാപ്പാ. ഇന്ന് പകൽക്കാലം എല്ലാവർക്കും നല്ലവനായി വലിയവനായി കൂടെ ഇരിക്കുന്ന കർത്താവേ, അവിടുന്ന് ഞങ്ങളെ സഹായിച്ച് അനുഗ്രഹിച്ച് നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സത്യത്തിൽ എന്നെ നടത്തി പഠിപ്പിക്കണമേ കർത്താവേ. അപ്പാ, അവിടുത്തെ വഴികളിൽ എന്നെ നടത്തണമേ കർത്താവേ. അങ്ങയുടെ ഇഷ്ടം ചെയ്യാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. പാപം കൂടാതെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു കർത്താവേ. സമ്പൂർണ്ണമായിട്ട് ഞങ്ങളെ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ കുടുംബത്തെ തൃക്കാര്യങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. ജീവിത പങ്കാളി ദാനമായി തന്നെയാണ് പെണ്ണുമായ മക്കൾ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി, അവരുടെ ജോലി, അവരുടെ കുടുംബജീവിതം തന്ന തലമുറകളെ എല്ലാം നന്ദിയോടെ സ്തോത്രത്തോടെ അങ്ങയുടെ പാദപീഠത്തിലോട്ട് ഏൽപ്പിച്ചു തരുന്നു. ഞങ്ങളായിരിക്കുന്ന ദേശത്ത്, ഞങ്ങൾ പാർക്കുന്ന ഭവനത്തിൽ കർത്താവിൻ്റെ വലിയൊരു സ്നേഹവും സാന്നിധ്യവും ഒഴുകുന്നതോർത്ത് നന്ദി പറയട്ടെ, സ്തോത്രം ചെയ്യട്ടെ കർത്താവേ. അങ്ങേ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല കർത്താവേ. അങ്ങ് ഞങ്ങളെ നടത്തിയാൽ ഞങ്ങൾ നടക്കും കർത്താവേ. സ്തോത്രം, സ്തോത്രം. ഹാലേ. ജീവനും ഭക്തിക്കും വേണമെന്നെല്ലാം തന്ന ഒരുക്കി ഇന്നുവരെയും നടത്തിയ ദൈവത്തിന് നന്ദി പറയുക, സ്തോത്രം ചെയ്യുക കർത്താവേ. വീണ്ടും ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. റിസൾട്ട് കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളെ മാനിക്കണമേ അപ്പാ കർത്താവേ. തുടർന്നുള്ള വിദ്യാഭ്യാസവും മാനിക്കപ്പെടണം കർത്താവേ. യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളായി കാണപ്പെടണം കർത്താവേ. കൺമണി പോലെ പൈതങ്ങളെ സൂക്ഷിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പോൾ ജോലിയിലായിരിക്കുന്ന മക്കളുണ്ട്, നാടും വീടും വിട്ട് മാതാപിതാക്കളെയൊക്കെ വിട്ട് അന്യദേശങ്ങളിലൊക്കെ ആയിരിക്കുന്ന ഞങ്ങളുടെ ഓരോ പ്രിയ മക്കളെയും ഞങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ജോലി ചെയ്യാനുള്ള കൃപയും ബലവും ആരോഗ്യമൊക്കെ ഓരോ മക്കൾക്കും കൊടുക്കണേ. അവർക്ക് വേണ്ടുന്നതെല്ലാം കൊടുത്ത് കർത്താവ് പോഷിപ്പിക്കണമേ. പഠിക്കുവാൻ പോയ മക്കളെ കാത്തുകൊള്ളണമേ. ശത്രുവിൻ്റെ കടിയിൽ അകപ്പെട്ടു പോകാൻ അനുവദിക്കില്ലെന്നും പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. സന്തോഷമുള്ള ജീവിതം നയിക്കണം, ദൈവകൃപ നിറഞ്ഞ ജീവിതം നയിക്കണം. അതിനായിട്ട് അവരെ ഒരുക്കുമാറാകണം. എൻ്റെ കർത്താവ് തന്നിരിക്കുന്ന തലമുറകളെ അനുഗ്രഹിക്കുമാറാകണമേ കർത്താവ്. ദൈവഭക്തിയിൽ വളരാൻ സഹായിക്കണേ. അപ്പോൾ ബാലപിട കൂടാതെ വളർത്തി തരണേ എന്നും പ്രാർത്ഥിക്കുന്നു. ഞങ്ങളായിരിക്കുന്ന ദേശത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഞങ്ങൾക്ക് മഞ്ഞും പഴയും തന്ന ദൈവമാകിയാൽ സ്തോത്രം, സ്തോത്രം. അതികഠിനമായ ചൂടിൻ്റെ ഗടുതിൽ കൂടി അടിയങ്ങൾ കടന്നു പോയപ്പോഴും ഹല്ലേലൂയ, എൻ്റെ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ നിർത്തിയ വലിയ കൃപയ്ക്കായി സ്തോത്രം. സഹിപ്പാനും വഹിപ്പാനും കൃപ തന്നതാർത്തു നന്ദി. എന്നാൽ ഞങ്ങൾക്ക് കാലാകാലങ്ങളിൽ നീ മഴ അയക്കുന്ന ദൈവമാ. ഹല്ലേലൂയ, ഞങ്ങളെ ഹല്ലേലൂയ ആവശ്യം പറഞ്ഞ് സഹായിക്കുന്ന ദൈവമാകിയാൽ നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. ലഭിച്ച എല്ലാ മഴകൾക്കായി നന്ദി പറയുക, സ്തോത്രം ചെയ്യുക കർത്താവ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവമായ കർത്താവെ, ചില വിഷയങ്ങളുണ്ട്, ചില പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട്, എല്ലാം അപ്പൻ്റെ പാദപീഠത്തിൽ ഏൽപ്പിക്കുകയാണ്. ദൈവമായ കർത്താവെ, ഉപജീവനമാർഗത്തിൻ്റെ വഴികളെ ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന തൻ്റെ മക്കൾക്ക് സ്വർഗം വഴി തുറന്നേ മതിയാകൂ. സാമ്പത്തികമായ ചില ബുദ്ധിമുട്ടുകളുടെ നടുവിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങൾക്ക് വഴിയൊരുക്കണമേ കർത്താവെ, വഴിയൊരുക്കണമേ.
അപ്പോൾ വഴി തുറക്കണമെന്ന് അടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാ. ഹല്ലേലൂയ. അത്ഭുത വഴികളെ തുറന്നു കൊടുത്ത് മാനിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ ഇറക്കുവാൻ നാളമാ കളയ്ക്കുവാൻ ശേഷിയില്ല, എന്നാൽ നിത്യവൃത്തിക്കുള്ള വകകളെ കൊടുത്ത് പോഷിപ്പിക്കുവാൻ സർവ്വസമ്പന്നൻ അവിടുന്ന് ആകയാൽ അപ്പൻ്റെ പാദപിടിച്ചിൽ ആ മക്കളെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പോൾ ജോലിയില്ലാത്ത തൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ഉപജീവനമാർഗത്തിൻ്റെ വഴികളെ തുറക്കുമാറാകണം. ഹല്ലേലൂയ. അത് നന്മയ്ക്കായി അനുഗ്രഹത്തിനായി തീരട്ട് കർത്താവേ. ഹാഗറിന് വേണ്ടി മരുഭൂമിയിൽ നീരുറവ തുറന്ന ദൈവമേ, ഒരിക്കലും പറ്റാത്ത ഹല്ലേലൂയ ഉപജീവനമാർഗത്തിൻ്റെ ഉറവ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തുറക്കുമാറാകണം അടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവേ, വിവാഹപ്രായം കഴിഞ്ഞ കുഞ്ഞുങ്ങളുണ്ട്, വിവാഹം ഹാലിൽ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന മക്കളുണ്ട്, വിവാഹത്തിന് ഒരുങ്ങുന്ന മക്കളുണ്ട്. ഞങ്ങൾ അവരെ തിരുമുൻപാകെ സമർപ്പിക്കുന്നു കർത്താവ്. വിവാഹത്തിന് മനസ്സിലാതെ നിൽക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഹാലേലി കർത്താവ് ഒരു ഉത്തരവാദിത്ത ബോധം കൊടുക്കണമേ. അവരുടെ ഭാവിയെക്കുറിച്ചൊരു ഉത്തരവാദിത്വം അവർക്ക് നൽകണമേ കർത്താവ്. തക്ക തുണയെ നൽകി അവരുടെ വിവാഹം നടക്കുവാൻ തക്ക സ്വർഗം സഹായിച്ചാട്ട് കർത്താവ്. വിവാഹം ആലോചിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തെയും തക്ക തുണയും ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. വിവാഹത്തിന് തയ്യാറെടുക്കുന്ന ആണുപെണ്ണുമായ മക്കളെ സമർപ്പിക്കട്ടെ സ്വർഗമേ. സ്വർഗത്തിലെ അപ്പൻ്റെ ആശീർവാദം തന്നെ മക്കൾക്ക് വേണമപ്പ. ഒന്നിനും കുറവ് കൂടാതെ അവരുടെ ആഗ്രഹവും ആവശ്യം അറിഞ്ഞ് സ്വർഗം വരെ നിറച്ച് നൽകി കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം സ്തോത്രത്തോടെ അപ്പൻ്റെ പാദപീഠത്തിൽ ഏൽപ്പിക്കട്ടപ്പാ. സ്തോത്രം സ്തോത്രം കർത്താവേ. ദൈവമായ കർത്താവേ, ഭവനം പണിയുന്ന മക്കളുണ്ടപ്പാ. സ്തോത്രം. എൻ്റെ കർത്താവ് അവരുടെ ഭവനത്തിൻ്റെ പണികളെ പൂർത്തീകരിക്കണം, അതിൽ പാർക്കുവാൻ ദൈവമായ കർത്താവിനെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ സമയം ഭവനമില്ലാത്ത മക്കളെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ നീ അവർക്ക് വേണ്ടി അത്ഭുത വഴികളെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കടഭാരമുള്ള ഓരോ മക്കളെയും ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. സ്വർഗത്തിലെ ദൈവം ഹല്ലേലൂയ തൻ്റെ ദൂതനെ ഇറക്കി തൻ്റെ മക്കളുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും തീർത്തു കൊടുക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം സ്തോത്രം. അപ്പോൾ പുതുവയസ്സിൽ പ്രവേശിച്ച മക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. കുടുംബജീവിതത്തിൽ പ്രവേശിച്ച മക്കൾക്കായി നന്ദി പറയുന്നു. പുതുവർഷകാലം അനുഗ്രഹത്തിൻ്റെയും ദൈവകൃപയുടെയുമായി മാറട്ടെ, സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയുമായി തീരട്ടെ. എല്ലാ സമൃദ്ധിയിലും ഓരോ മക്കളെയും നടത്തുമാറാകണമെന്ന് വഴിയിലങ്ങോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ദൈവമായ കർത്താവെ, ചില നീറുന്ന വിഷയത്തിന് നടുവിൽ കൂടി ഭാരപ്പെടുന്ന ജീവിതമുണ്ടല്ലോ കർത്താവെ, സഹായിക്കണമേ. അത്ഭുതങ്ങളെ ചെയ്യണം. കഴിഞ്ഞ നാളുകളിൽ മാനിച്ച ദൈവം, സ്നേഹിച്ച ദൈവം, കരുതിയ ദൈവം പിന്നെയും ഞങ്ങളെ ഏറ്റെടുക്കാൻ സർവ്വശക്തനാകിയാൽ ആ വിഷയം കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു നാഥ. സ്തോത്രം സ്തോത്രം കർത്താവേ. സ്തോത്രം സ്തോത്രം കർത്താവേ. വസ്തു സംബന്ധമായ ചില തർക്കങ്ങളുടെ നടുവിൽ കൂടി ഭാരപ്പെടുന്നവരുണ്ട് കർത്താവേ. അങ്ങയുടെ പൊന്നുതരങ്ങളിൽ ഏൽപ്പിക്കുകയാണ് കർത്താവേ. നിനക്ക് മാത്രമേ അത് പ്രവർത്തിക്കാൻ കഴിയുകയുള്ളല്ലപ്പാ. ഹാലേലൂയ. കേസ് സംബന്ധിച്ച് ബുദ്ധിമുട്ടുന്ന ജീവിതങ്ങളുണ്ടല്ലോ കർത്താവേ. എൻ്റെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി നല്ലൊരു അഡ്വക്കറ്റായി ഇറങ്ങി വാദിച്ചു കൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാറ്റിൻ്റെ മേലും ഒരു പരിഹാരവുമായി സ്വർഗം ഇറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം സ്തോത്രം. ഹാലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം സ്തോത്രം കർത്താവേ. ഈ സമയത്ത് ഹാലേലൂയ ഞങ്ങളുടെ രോഗികളെ തിരുമുൻപാകെ സമർപ്പിക്കുക. ഞങ്ങൾ പേര് പറഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ രോഗികളുടെ പേരും അവിടുത്തെ അൻപാർന്ന കരമെന്ന് നീട്ടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ദൈവമാകുന്നു, എൻ്റെ അടിപ്പിണരാൽ നിനക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു എന്നുള്ള വചനത്താൽ ഹല്ലേലൂയ. ഓരോ മക്കളും സൗഖ്യം പ്രാപിക്കട്ടപ്പാ. ഹല്ലേലൂയ. ഓരോ മക്കളും മഹത്വമേറിയ സാക്ഷ്യം പറയട്ടെ കർത്താവേ. ഓരോ മക്കളും എൻ്റെ കർത്താവിന് വേണ്ടി നിൽക്കട്ടെ. ഭാരപ്പെടുന്ന ജീവിതങ്ങളുടെ നടുവിൽ കടന്നു ചെല്ലട്ടെ. ദൈവം എന്നെ വിടുവിച്ചെന്നൊരു പറയട്ടെ കർത്താവേ. അതിനായി നീ ഹല്ലേലൂയ അവരുടെ കിടക്ക മാറ്റിവിരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗം അവരെ എഴുന്നേൽപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാ. ആശുപത്രി മുറിക്കുള്ളിൽ ഐസിയിലും സിസിയിലും കിടക്കുന്നവരുണ്ട് കർത്താവേ. നീ അവരെ പൂർണ്ണമായി വിട്ടുവിക്കുമാറാകണം. ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്നവരുണ്ട്, ഓപ്പറേഷന് തയ്യാറെടുക്കുന്നവരുണ്ട്, മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്നവരുണ്ട്, പല ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ അനുഭവിക്കുന്നവരുണ്ട് കർത്താവേ. അതിവേദനകളിൽ കൂടി കടന്നു പോകുന്നവരുണ്ട്. കൈകാൽക്ക് ചലനമില്ലാതെ, കാഴ്ചയും കേൾവിയുമില്ലാതെ, ഓർമ്മയും ബുദ്ധിയുമില്ലാതെ കർത്താവെ പലരും പലവിധത്തിൽ കഷ്ടപ്പെടുമ്പോൾ സ്വർഗത്തിലെ ദൈവം തൻ്റെ മക്കളെ തൊട്ട് സുഖപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യമില്ലല്ലോ കർത്താവേ. അങ്ങ് അസാധ്യങ്ങളെ സാധ്യമാക്കി തരുന്ന ദൈവമാകിയാൽ സ്വർഗമിറങ്ങണമേ എന്നടിയൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം. ത്വക്ക് സംബന്ധമായ രോഗമുള്ളവരുണ്ട് കർത്താവേ. നടുവിൻ്റെ വേദനയാൽ, മുട്ടിൻ്റെ വേദനയാൽ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവേ. അലർജിയുടെ രോഗത്താൽ ഭാരമുള്ളവരുണ്ട് കർത്താവേ. എൻ്റെ സ്വർഗമിറങ്ങി പ്രവർത്തിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. സ്തോത്രം 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 കർത്താവേ. ഞങ്ങളുടെ ക്യാൻസർ രോഗികളുണ്ട്, കിഡ്നി രോഗികളുണ്ട്, ഹാർട്ടിനും ലിവറിനും പ്രശ്നമുള്ളവരുണ്ട് കർത്താവേ. തൈറോയിഡുള്ളവർ, ആസ്മ രോഗികളുണ്ട് കർത്താവേ. അപ്പാ, തലയ്ക്കകത്ത് വേദനയാൽ ഭാരമുള്ള മക്കളുണ്ട് കർത്താവേ. ഉദരസംബന്ധമായ രോഗമുള്ളവരുണ്ട് കർത്താവേ. ബ്ലീഡിംഗ് ഉള്ളവരുണ്ട് കർത്താവേ. ആമേൻ. കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാ. അവിടുന്ന് വരുന്ന വൈദ്യനുമാ, സൗഖ്യദായകനാ, മനസ്സിനെയും കരുണയുമുള്ള ദൈവമാ, ദീർഘക്ഷമയുള്ള ദൈവമാ. ഞങ്ങളുടെ പാപങ്ങൾക്ക് തക്കൊണ്ട് ഞങ്ങളോട് പകരം ചെയ്യുന്ന ദൈവമല്ലല്ലോ. ഹല്ലേലൂയ. അവിടുന്ന് അത്ഭുത സൗഖ്യം അയച്ചിരിക്കാൻ നന്ദി പറയുന്നു. സ്തോത്രം ചെയ്യുന്ന കർത്താവേ.
എങ്കിലേക്ക് നോക്കിയത് പ്രകാശിതരായി അവരുടെ മുഖം ഒരു നാളിൽ ലജ്ജിച്ചു പോയതുമില്ല. ഈ എളിയവർ നിലവിളിച്ച് യഹോവ കേട്ടു സകല കഷ്ടത്തിൽ നിന്നും വിട്ടുവെച്ചെന്ന് പറയുവാൻ തക്കണം സ്വർഗം പിന്നെയും സഹായിച്ചുവെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെയും സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഏൽപ്പിക്കുന്നു കർത്താവ്. ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണം, ഞങ്ങളുടെ ദേശത്തെ അനുഗ്രഹിക്കണം, ഞങ്ങളുടെ വട്ടക്കാർ മേൽപ്പെട്ടക്കാർ ദേവാലയങ്ങളെ അനുഗ്രഹിക്കണം, ഞങ്ങളുടെ കൂട്ടായ്മകളെ ഏൽപ്പിക്കുന്ന കർത്താവ് അനുഗ്രഹിക്കുമാറാകണം. സുവിശേഷ വേലക്കാരെ അനുഗ്രഹിക്കണമേ കർത്താവേ. സ്തോത്രം കർത്താവേ. ഈ സമയത്ത് ഹല്ലേലൂയ കർത്താവേ, ഹല്ലേലൂയ. ഞങ്ങളുടെ സകല വേദനാവിഷയങ്ങൾ ഞങ്ങളുടെ പാദപീഠത്തിലേക്ക് കടന്നു വരുന്ന ഹല്ലേലൂയ കർത്താവേ. ഇലക്ഷൻ്റെ റിസൾട്ടിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗം ഞങ്ങൾക്ക് അനുകൂലമായിരിക്കണമേ അപ്പാ. സ്തോത്രം. ശത്രു ഹല്ലേലൂയ കർത്താവേ, ഒരു തരത്തിലും ഹല്ലേലൂയ ഞങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം. വിവിധ സ്ഥലങ്ങളിൽ ഹല്ലേലൂയ പിന്നെയും ഇലക്ഷൻ നടക്കേണ്ടതായിട്ടുണ്ട്. സ്വർഗത്തിലെ അപ്പൻ്റെ പൊന്നുതരം അവിടെയും പ്രവർത്തിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം. എല്ലാ വിഷയങ്ങളും അപ്പൻ്റെ പാദപീഠത്തിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട ദൈവത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവ്. എല്ലാ നാമത്തിലും മേലായ നാമം യേശുവിൻ്റെ നാമം അത് ഉയരണം, അത് വളരണം. ഹല്ലേലൂയ. ദൈവനാമം മഹത്വപ്പെടാൻ സഹായിക്കണം. പ്രാർത്ഥന കേട്ട ദൈവത്തിന് സ്തോത്രം, യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ.